എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല, കാരണം ഞാൻ എക്സാമിൻ്റെ ഒരു ബിസി ആയിരുന്നു. ഇപ്പോൾ എക്സാമൊക്കെ തീർന്നു, ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ വന്നു. അപ്പോൾ നമ്മളൊരു പുതിയൊരു സൂപ്പർ റെസിപ്പി ആണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ വീഡിയോയിലോട്ട് പോവാം. ഇത് 2.5 കിലോ ഉള്ള ഒരു കാളാഞ്ചിയാണ്. ഈ മീനാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കടയിൽ കൊടുത്തിട്ട് ഇതിനകത്ത് ലൈനാക്കിയിട്ട്, പിന്നെ ഇത് നമ്മൾ ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷ് വിൽക്കുന്നതുകൊണ്ട് നമ്മളൊരു ബട്ടർഫ്ലൈ രീതിയിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. കാണിച്ചു തരാം. കണ്ടോ, ഈ മീൻ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 മസാല ഉണ്ടാക്കും. ഒരു റെഡ് മസാല, ഒരു ഗ്രീൻ മസാലയും. അത് ഒരു സൈഡിൽ റെഡ് മസാല ഇടുകയാണെങ്കിൽ മറ്റേ സൈഡിൽ ഗ്രീൻ മസാല ഇടും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗ്രീൻ മസാല ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ മസാലയ്ക്ക് മല്ലിയില, മല്ലിപ്പൊടി, പുതിനയില, പിന്നെ ഗ്രീൻ ചില്ലി, ഇത് 2 സ്പെഷ്യൽ മുളകാണ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പോൾ നമ്മൾ വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളിയായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ ഓണിയൻ. അപ്പോൾ നമ്മൾ റെഡ് മസാലയ്ക്ക് മല്ലിയില, പുതിനയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓണിയൻ, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ റെഡ് ചില്ലി പൗഡർ. ഇനി നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് കൂട്ടാം. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ ഗ്രീൻ മസാലയും റെഡ് മസാലയും ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മൾ ഗ്രീൻ മസാലയോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയും കൂടെ ഒഴിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ റെഡ് മസാലയോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് തൈരിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നാരങ്ങയും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ മസാല നമ്മുടെ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മളിവിടെ നിന്ന് നന്നായിട്ടൊന്ന് തേക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ആക്കുക, എന്നാലും മസാലയൊക്കെ പിടിക്കുള്ളൂ. നന്നായിട്ട് മസാല കയറ്റണം എല്ലാ സൈഡിലും. നന്നായിട്ട് തേക്കാം. ഇപ്പം ഒരു ഫിനിഷിങ് ടച്ചിന് വേണ്ടി നമുക്ക് എല്ലാ സൈഡും പ്രാവശ്യം നല്ലതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രീൻ മസാല എല്ലാ സ്ഥലത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിൽ നമുക്ക് മസാല തേക്കാം. നമുക്ക് റെഡ് മസാല എടുക്കാം. നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്പൂണും കൊണ്ട്. അപ്പോൾ മസാല അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് കയറിക്കോളും എല്ലാ സൈഡിലും നന്നായിട്ട്. എന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വരത്തുള്ളൂ. ഇനി നമുക്കിത് എല്ലാ സ്ഥലത്തും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം, എന്നാലും ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. തലേൻ്റെ അകത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക.
ഇതെല്ലാം അകത്ത് എൻ്റെ കണ്ണൊക്കെ ഇവിടെ ഉണ്ട്, അതിൻ്റെ അകത്തും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് സ്പൂണും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാലേ മസാല എൻ്റെ അകത്ത് കയറത്തുള്ളൂ. പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളെ മസാലയ്ക്ക് കൂടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് മസാല തേക്കാം. നമുക്ക് റെഡ് മസാല ഇവിടെ തേക്കാം. നമ്മളിപ്പോൾ ഈ സൈഡിലൊക്കെ നല്ല റെഡ് മസാല ഒക്കെ തേച്ച് നല്ല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സൈഡിലോട്ട് ഗ്രീൻ മസാല തേച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ റെഡ് മസാലയും ഗ്രീൻ മസാലയും എല്ലാ സൈഡിലും നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. ഇനി ഏത് കിച്ചണിൽ കൊണ്ടുപോയിട്ട് ഗ്രില്ല് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ ഫിഷൊക്കെ ഇപ്പോൾ ഒരു ഗ്രില്ലായി വരുവാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. നമ്മൾ ബട്ടർഫ്ലൈ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡ് മസാലയും നമ്മൾ ഗ്രീൻ മസാലയും. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡ് മസാലയിൽ നിന്ന് ഒരു പീസ് എടുക്കാം. സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. വേറെ ലെവലാണ്. ഇനി ഗ്രീൻ മസാല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടിനും നല്ല എരിവ്, നമ്മൾ ചേർത്ത എല്ലാ മസാല ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് സ്മോൾ ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇറ്റ്സ് മീ റെദിൻ സൈനിങ് ഔട്ട്.